Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് asynchronous counters ആണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൗണ്ടേഴ്സ് എന്താണെന്നുള്ളത് നോക്കിയിരുന്നു. അതിനകത്ത് asynchronous countersന്റെ ബേസിക് ആയിട്ടുള്ള അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സർക്യൂട്ടും കാര്യങ്ങളും നമ്മൾ വരയ്ക്കേണ്ടായി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കുറച്ച് മോഡുലസ് കൗണ്ടേഴ്സ് എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മള് സാധാ ഒരു 2 ബിറ്റ് 3 ബിറ്റ് ഒക്കെ നമ്മൾ ചെയ്തു പോയിരുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മോഡുലസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാണ്. സോ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ ഓഫ് എ മോഡ് 6 asynchronous counter using T flip flop. ഓക്കെ, നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യുന്നത്? ഒരു മോഡ് 6 asynchronous counter ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ നോക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മോഡ് 6 നമുക്ക് 6 സ്റ്റേറ്റ്സ് മതി. മോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് എത്ര സ്റ്റേറ്റ്സ് വേണം? നമുക്ക് മൊത്തം 6 സ്റ്റേറ്റ്സ് ആണ് വേണ്ടത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് മോഡ് 6 വെച്ചിട്ട് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്ര കിട്ടി? 6 കിട്ടി. ഓക്കെ, 6 സ്റ്റേറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എവിടെ തൊട്ടാണ് സാധാരണ കൗണ്ടേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? 0 തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. സോ 0, 1, 2, 3, 4 and 5 എല്ലാം കൂടെ വരുമ്പോ എത്ര സ്റ്റേറ്റ്സ് ആയി? 6 സ്റ്റേറ്റ്സ് ആയി. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ത് കിട്ടി? 6 സ്റ്റേറ്റ്സ് കിട്ടി. എവിടെ തൊട്ട് എവിടം വരെ? 0 തൊട്ട് 5 വരേക്കും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ആണ് കാൽക്കുലേറ്റഡ് ചെയ്യേണ്ടത്. സോ ഈ ഒരു കൗണ്ടർ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് വേണം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാനുള്ള മെത്തേഡ് ഇതാണ്. The minimum number of flip-flops required, small n, is found using the equation capital N less than or equal to 2 raised to n, where capital N എന്ന് പറയുന്നത് number of states ആണ്, small n എന്ന് പറയുന്നത് number of flip-flops ആണ്. Okay, ഇവിടെ capital N എത്രയാണ്? 6 states ആണ്. So 6 less than or equal to 2 raised to n ആണ് അല്ലേ? അപ്പൊ ഞാൻ n-ന് മിനിമം വേണ്ടത് 1 ആണല്ലോ. അപ്പൊ 1 കൊടുക്കുവാന്ന് വെച്ചോ. n-ന് 1 കൊടുത്താൽ ഇതെന്ത് വരും? 2 raised to n എന്ത് വരും? 2 വരും. 6 less than 2 ആണോ? അല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? അല്ല. അടുത്തത് ഞാൻ n-ന് എന്ത് കൊടുത്തു? 2 കൊടുത്തു. 2 raised to 2 എത്ര കിട്ടി? 4 കിട്ടി. 6 less than or equal to 4 ആണോ? അല്ല. ഇനി അടുത്ത് എന്ത് ചെയ്തു? 3 കൊടുത്തു. 2 raised to 3 എത്ര കിട്ടും? 8 കിട്ടും. 6 less than or equal to 8 ആണോ? ആണ്. അപ്പൊ ഇനി നമ്മൾ ഫർദർ മുന്നോട്ട് പോകണ്ട. നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ആദ്യം കിട്ടിയ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? 3 ബിറ്റ് n equal to 3 ആണ്. സോ 3 ബിറ്റ് ആണ്. സോ കറസ്പോണ്ടിങ് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം. ഓക്കെ, സോ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് 1 ബിറ്റ്. അപ്പൊ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ 3 ബിറ്റ് കിട്ടിയല്ലോ. സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ഈക്വൽ ടു 3 കിട്ടി. ഓക്കെ, ഇനി what is the type of flip flop which is mentioned in the question? It is T flip flop. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് യൂഷ്വലി T flip flop എടുക്കാം. സോ ഇപ്പൊ ക്വസ്റ്റ്യൻ അത് ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ചൂസ് എനി ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, SR, JK, TD ഏത് വേണേലും യൂസ് ചെയ്യാം. അപ്പൊ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മള് ഇപ്പൊ JK യൂസ് ചെയ്യുവാണെങ്കിൽ ജെയും കെയും കൂടി ഷോർട്ട് ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഓക്കെ, ഇപ്പൊ SR-ഉം JK ഒക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സർക്യൂട്ട് കുറച്ചും കൂടെ വലുതാണ്. പക്ഷെ TNDയും ഒരു സിംഗിൾ ഇൻപുട്ട് ആയത് കാരണം കോംപ്ലക്സിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന T ആയത് കാരണം നമ്മൾ T എടുത്തു. ഇനി എല്ലാ സർക്യൂട്ടിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു റീസെറ്റ് പിന്ന് കൂടി നമ്മൾ ചെയ്യും. എന്തിനാണ് ഈ റീസെറ്റ്? നമ്മളൊരു കൗണ്ടർ കൗണ്ട് ചെയ്യുന്ന സമയത്ത് 0 to 5 കൗണ്ട് ചെയ്താൽ മതിയല്ലോ. 0 to 5 കൗണ്ട് ചെയ്യേണ്ട സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3, 4, 5 5 കഴിഞ്ഞ് എന്ത് വരണം? എഗെയിൻ 0 വരണം അല്ലേ? അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോണം. ഉദാഹരണം, നമ്മള് ട്രാഫിക് ലൈറ്റിന്റെ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ട്രാഫിക് ലൈറ്റ്സിൽ നമ്മൾ ഒരു 30 സെക്കൻഡ്സ് പോട്ട് ഒരു 10 സെക്കൻഡ്സ് നമ്മൾ അതിനകത്ത് ഒരു ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 again 0, 1, 2 അങ്ങനെ എന്താ ചെയ്യുക? ഇറ്റ് കീപ്സ് ഓൺ റിപ്പീറ്റ് ദ സെയിം പ്രോസസ് അല്ലേ? സോ അതേപോലെയാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9 കഴിയുന്ന മൊമെന്റിൽ അത് എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം. ഓക്കെ, റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
അപ്പൊ നമുക്കറിയാം 3 ബിറ്റ് ആണെന്നറിയാം. സോ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് നമ്മൾ എഴുതാണ്. 2 ബിറ്റ് വെച്ച് മാക്സിമം കിട്ടാവുന്ന എത്രയാണ്? 111 ആണ് അല്ലേ? സോ 0002 to 111 വരെ എഴുതി. ഇനി ഓരോന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി റീസെറ്റ് നമുക്ക് 0 തൊട്ട് 5 വരേക്കും നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 സ്റ്റേറ്റ്സ് വേണം. 1 2 3 4 5 6 ശരിയല്ലേ? അപ്പൊ ഇത് 0, ഇത് 1 2 3 4 5 അല്ലേ? അത് കഴിഞ്ഞ് എപ്പോഴാണ് 5 കഴിയുന്നത്? അപ്പൊ 5 കഴിഞ്ഞ് അത് ഏതിലേക്ക് പോകും? 6ലേക്ക് പോകും. 6ലേക്ക് പോകുന്ന മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സർക്യൂട്ടിനെ റീസെറ്റ് ചെയ്യണം. സോ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 എഴുതി. ഓക്കെ, 6 ആയി കഴിഞ്ഞ് 6ലായി, അതായത് 5 കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1 എഴുതിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വരുന്ന സ്റ്റേറ്റ്സ് അതിനകത്ത് ഒക്കർ ചെയ്യില്ല. സോ നമ്മൾ അതിനെ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഇറ്റ് ഡസൻ ഹാപ്പൻസ്. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഒക്കർ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അതിനകത്ത് ഇത്രയും സ്റ്റേറ്റ്സ് വാലിഡ് സ്റ്റേറ്റ്സ് ആണ്, ഈ രണ്ടെണ്ണം എന്താണ്? ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ റീസെറ്റിന്റെ ഇൻപുട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു ഇക്വേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ റീസെറ്റ് ബട്ടന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്സ് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ്? ഹൈ Q3 Q2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? at reset condition Q3 Q2 1 ആയാൽ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. സോ we'll implement this in a AND logic. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? K-map യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. ദിസ് ഇസ് ദ യൂഷ്വൽ മെത്തേഡ്. K-map യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി എക്സാമിന്. ഓർ യൂസിങ് K-map നമ്മൾ എന്ത് ചെയ്തു? Q3 Q2 നമ്മൾ ആ 3 വേരിയബിൾ K-map എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് നേരത്തെ കിട്ടിയ പാരാമീറ്റർ 0 0 0 0 0 0 1 x ആണ്. ഇവിടെ 1 ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ശരിക്കും ഇവിടെ x ആണ്. ഓക്കെ, സോ ഡൗൺഗർ കണ്ടീഷൻ ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇനി ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? R equal to Q3 horizontal and vertical what is Q2. സോ നേരത്തെ കിട്ടിയ അതേ ഇക്വേഷൻ കിട്ടിയ റീസെറ്റിന്റെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ അതിനെ ലോജിക്കൽ ഡയഗ്രാം യൂസ് ചെയ്ത് അതിന് ഇംപ്ലിമെന്റേഷൻ ആണ്. നമുക്ക് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണല്ലോ പറഞ്ഞേക്കുന്നത്. സോ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് പറഞ്ഞിട്ടുണ്ട്. സോ 1 2 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരച്ചു. അതിനകത്ത് നമുക്കറിയാം അസിൻക്രണസ് കൗണ്ടർ ആയത് കാരണം നമ്മൾ ഇനിഷ്യലി ഒരു ക്ലോക്ക് കൊടുത്തു. സോ ദിസ് ഇസ് ദ ക്ലോക്ക്. യു ഹാവ് ടു മെൻഷൻ ഓർ ലേബൽ ഹിയർ ക്ലോക്ക്. CLK എന്ന് ലേബൽ ചെയ്യണം. ഓക്കെ, ഇനി വൺസ് ഇവിടെ ക്ലോക്ക് കൊടുത്ത് ഇവിടുത്തെ ഇൻപുട്ട് T1 എന്ത് കൊടുക്കുക? നമ്മൾ എപ്പോഴും ഇൻപുട്ട് 1 കൊടുക്കുക. 1 കൊടുത്തതിന് ശേഷം ഈ കിട്ടുന്ന ഔട്ട്പുട്ട് എടുത്ത് വേണം അടുത്ത സർക്യൂട്ടിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കാൻ, അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക്. അതേപോലെ Q2 എടുത്ത് വേണം തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇൻപുട്ട്, ഇവിടെയുള്ള ഇൻപുട്ട് എല്ലാം 1 ആണ്. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതാണ്, എല്ലാം 1 ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഓൾറെഡി ഒരു റീസെറ്റ് ഇക്വേഷൻ എഴുതി വെച്ചായിരുന്നല്ലോ. സോ അതിന്റെ ഇക്വേഷൻ എന്താണ്? Q3 Q2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതൊരു ആൻഡ് ഗേറ്റ് വെച്ചിട്ട്, അതായത് ഇത് ആൻഡ് ലോജിക് ആണല്ലോ. സോ ആൻഡ് ലോജിക് ഇവിടെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? Q3 Q2 ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതാണ് റീസെറ്റ് ബട്ടൺ. അതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ആ ഫ്ലിപ്പ് ഫ്ലോപ്സിന്റെ ഈ എൻഡിലേക്ക് കൊടുക്കണം. ഓക്കെ, ഈ എൻഡ് എന്ന് പറയുന്നതാണ് CLE, അതായത് ക്ലിയർ പിൻ ആണ്. അതായത് എപ്പോഴാണോ ഇത് 1 ആവുന്നത് അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സർക്യൂട്ട് 0 1 2 3 4 5 കഴിഞ്ഞ് 6 ആവുമ്പോൾ അത് 1 ആയി. 1 ആവുന്ന മൊമെന്റിൽ, അതായത് ഈ ഇൻപുട്ടും 1 ആവുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി 0യിലേക്ക് അങ്ങ് പോകും. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ക്ലിയർ ആക്റ്റീവ് ലോ പിൻ ആവാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ CLEക്ക് പകരം എന്ത് യൂസ് ചെയ്യും? CLE ബാർ യൂസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ടിനെ ഈ രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ് ഗേറ്റ്സും, ആൻഡ് ഗേറ്റിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? നാൻഡ് ഗേറ്റ് കൊടുക്കണം. അവിടെ ഒരു ബബിൾ ഇടണം. അതേപോലെ CLE ബാറിന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബബിൾ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? So this is how we are implementing a mode 6 asynchronous counter using T flip flop. ഇത് ഏത് കൗണ്ടർ ആണ്? നമ്മൾ Q1 എടുത്ത് ഇങ്ങോട്ട് കൊടുത്തത് കാരണം this is sub counter, and suppose we are giving Q1 bar to next flip flops clock, അങ്ങനെയായിരുന്നെങ്കിൽ എന്താണ്? ഡൗൺ കൗണ്ടർ ആയേനെ. അപ്പൊ നമ്മൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ചെയ്തത് ഡിസൈൻ ഓഫ് മോഡ് 6 asynchronous up counter ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനി മോഡിഫൈ ചെയ്യണം. ഡിസൈൻ ഓഫ് മോഡ് 6 asynchronous up counter using T flip flop. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യാനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. സോ യു ഹാവ് ടു റിപ്പീറ്റ് ദ സെയിം പ്രോസസ്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡിസൈൻ ഓഫ് മോഡ് 6 asynchronous down counter using T flip flop. ക്ലിയർ ആയോ?
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് മോഡ് 10 അസിൻക്രണസ് കൗണ്ടർ യൂസിങ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ മോഡ് 10 എങ്ങനെ ചെയ്യും? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ നേരത്തെ 3 ബിറ്റ് ആയിരുന്നു, ഇപ്പൊ നമുക്ക് മോഡ് 10 ആയി. അപ്പൊ നോക്കിയേ, എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 10 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ? എവിടെ തൊട്ട് എവിടം വരെ? 0 to 9 വരേക്കും. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് യൂസ് ചെയ്യണം? യൂസിങ് ദിസ് ഇക്വേഷൻ n less than or equal to 2 raised to n. n എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. Less than or equal to 2 raised to n ന്റെ വാല്യൂ കൊടുക്കുക. 2 raised to 3 0 1 2 3 കൊടുക്കാം. 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8 കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഒന്നും കൂടെ കൊടുത്തു, കൂട്ടി 4 കൊടുത്തെന്ന് വെച്ചോ. 2 raised to 4 എത്രയാണ്? 16. 10 16നേക്കാളും കുറവാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് 4 തന്നെയാണ്. ക്വസ്റ്റ്യനിൽ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളത് പറയുന്നുണ്ടല്ലോ, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്സ് തന്നെ വേണം നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട്. അടുത്ത എന്താണ്? നെക്സ്റ്റ് റീസെറ്റ് പിൻ ഡിസൈൻ ചെയ്യാനാണ്. സോ റീസെറ്റ് പിന്നകത്ത് നമുക്കറിയാം, നമുക്ക് 4 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പൊ 1 0 0 0 0 till 1 1 1 1 വരെ ഉണ്ട്. സോ Q4 Q3 Q2 Q1. Q1 is the LSB and Q4 is the MSB എന്ന് പറയുന്നത് അല്ലേ? ഇത് 6 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? റീസെറ്റ് നമ്മൾ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ എന്താ ചെയ്തത്? 0 തൊട്ട് മോഡ് 10 ആണ്. 0 തൊട്ട് 9 വരേക്കും നമുക്ക് വേണം. എപ്പോഴാണോ അത് 10 ആവുന്നത് അപ്പൊ എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം. ഇത് 8ന്റെ ആണല്ലോ. 8ന്റെ അതാ ഇവിടെ കറസ്പോണ്ടിങ് ഡെസിമൽ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 8 9 വരെ നമുക്ക് വേണം. 10 ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം? റീസെറ്റ് ഹൈ ആക്കി കൊടുത്തെങ്കിൽ മാത്രമേ എങ്ങോട്ട് പോവുള്ളൂ? 9 കഴിഞ്ഞ് നേരെ 0യിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കണ്ടീഷൻസ് നമുക്ക് എടുത്തെഴുതാം. ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി ഡോണ്ട് കെയർ. ഓക്കെ, ഇനി എക്സാമിന് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം. ബട്ട് while simplifying the equation of reset in K-map, you can substitute it as don't care condition. Clear ആയോ? So don't care substitute ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് K-map യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സോൾവ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ്, ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റീസെറ്റ് ഇക്വേഷൻ ആസ് Q2 Q4. ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. സോ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടല്ലോ. 1 2 3 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാലോ സർക്യൂട്ടിനെ. ഞാൻ അത് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത സർക്യൂട്ട് എന്തായിരുന്നു? ഡിസൈൻ ഓഫ് മോഡ് 10 അസിൻക്രണസ് അപ്പ് കൗണ്ടർ ആയിരുന്നു. അതേപോലെ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ചെയ്യാവോ? അതിന്റെ കറസ്പോണ്ടിങ് ഡൗൺ കൗണ്ടിങ്ങും കൂടി ചെയ്യണം കേട്ടോ. ഇനി വേറൊരു 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. ഡിസൈൻ ഓഫ് മോഡ് 13 asynchronous up counter and mode 13 asynchronous down counter. മൊത്തം 6 സർക്യൂട്ട് ഉണ്ട് കേട്ടോ. സോ അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് asynchronous counter. സോ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. നമുക്കറിയാം ഈ asynchronous കൗണ്ടേഴ്സിനകത്ത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുന്നുള്ളൂ? ക്ലോക്ക് കണക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെയൊക്കെ നിങ്ങൾ ക്ലോക്ക് ലേബിൾ ചെയ്യണം കേട്ടോ. ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രം ക്ലോക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ഒന്നീന്ന് കയറി ഇവിടുത്തെ ഔട്ട്പുട്ട് ആണ് ഇങ്ങനെ ക്ലോക്ക് ആയിട്ട് കയറി വരുന്നത്. സപ്പോസ് ഇതിന്റെ ഡിലേ TD ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക TD. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 4 ബിറ്റ് അല്ലെങ്കിൽ 4 ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ ടോട്ടൽ ഡിലേ എത്രയാണ്? സിൻക്രണസിന്റെ കേസിൽ TD plus TD plus TD plus TD. ഓരോന്നിന്റെയും T ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ, അതിന്റെ ഡിലേ TD ആണെങ്കിൽ 4 ബിറ്റിന്റെ കേസിൽ 4 into TD ആണ് അല്ലേ? അപ്പൊ n ബിറ്റിന്റെ കേസിൽ എന്താണ്? n into TD. ഓക്കെ, ഇനി asynchronous counters എന്ന് പറയുന്നത് സീരിയൽ കൗണ്ടേഴ്സ് ആണ് അല്ലെങ്കിൽ റിപ്പിൾ കൗണ്ടേഴ്സ് ആണ്. കാരണം എന്താണ്? ഇതിനകത്ത് ആദ്യത്തെ ഔട്ട്പുട്ട് വന്നെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിന്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ പ്രൊപ്പഗേഷൻ ഡിലേ എന്ത് ചെയ്യും? അത് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. സോ അത് കാരണം അതിനകത്ത് പ്രോബ്ലംസ് അറൈസ് ചെയ്യും. ഇനി ക്ലോക്ക് ഫ്രീക്വൻസി വളരെ കൂടുതലാണെങ്കിൽ asynchronous counter may skip some of the stages and therefore അതിനകത്ത് certain states നമുക്ക് കിട്ടത്തില്ല. That means the device will be malfunction. Okay, so ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം നമുക്ക് എന്ത് വെച്ച് ഓവർകം ചെയ്യാൻ പറ്റും? synchronous counter or parallel counters വെച്ച് ഓവർകം ചെയ്യാൻ പറ്റും. So in detail നമുക്ക് ഇതേ പറ്റിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. Okay, thank you.